ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 21 വാരം ബുധൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തിടെ ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരണത്തിൻ്റെ ഭാഗമായി ഒരു സെമിത്തേരി സന്ദർശിക്കാനിട വന്നു. ഓസം എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഏക്കർ കണക്കിന് പരിധിയുള്ള ആ ഒരു സെമിത്തേരിയുടെ ഭംഗി. വിദേശമായതുകൊണ്ടായിരിക്കും അത്രയും നന്നായിട്ട് അവർ ആ സെമിത്തേരി കോംപ്ലക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന കുറച്ചധികം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിലൊരാൾ പറഞ്ഞു, ഈ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ജസ്റ്റ് ഡസ്റ്റ് ആൻഡ് ഡേർട്ട്. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ജസ്റ്റ് ഡസ്റ്റ് ആൻഡ് ഡേർട്ട്. പൊടിയും അഴുക്കുമാണ്. അലങ്കാരങ്ങൾക്ക് അധികമൊന്നും ആയുസ്സില്ല. ശരിയാണ്. പുറം കാഴ്ചകളിൽ കണ്ണുടക്കുമ്പോൾ അകംകാഴ്ചകളിലേക്ക് കൂടെ കണ്ണ് തുറക്കാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുഴിമാടങ്ങളിൽ വെള്ള പൂശിയിരുന്നത് കുഴിമാടത്തെ എളുപ്പത്തിൽ തിരിച്ചറിയാനായിരുന്നു. അഴകുണ്ടെങ്കിലും അഴുക്കുള്ള ഇടമാണെന്ന് കൂടെ തിരിച്ചറിയാൻ. വരച്ചതാണോ പകർത്തിയതാണോ എന്നറിയില്ല. വയനാടിൻ്റെ ദുരന്ത വാർത്തകളിൽ പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പതിഞ്ഞ ഒരു ചിത്രം ഇങ്ങനെയായിരുന്നു. അതിലൊരു ചിന്ത വളരെ നല്ല ബോധ്യങ്ങൾ തരുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യാശ തരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു. ഒരു കലാകാരൻ ഒരു മനുഷ്യൻ്റെ വീഴ്ചയെ, മരണത്തെ, അഴുക്കിനെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുകയാണ്. ഭൂമിയാണ് ക്യാൻവാസ്. ഭൂമിയുടെ ഒരറ്റത്ത് മരിക്കുന്ന മനുഷ്യൻ, ആ മൃതദേഹം ചീഞ്ഞഴുകുന്നു, അസ്ഥിയാകുന്നു, വളമാകുന്നു. ഭൂമിയുടെ മറ്റേ അറ്റത്ത് അതേ മനുഷ്യൻ ഒരു പൂവായിട്ട് വിരിയുന്നു. ഒരിടത്ത് മരിച്ച മനുഷ്യൻ, ചീഞ്ഞഴുകുന്ന മനുഷ്യൻ, അസ്ഥിയാകുന്ന മനുഷ്യൻ, ഭൂമിയുടെ മറ്റേ അറ്റത്ത് പൂവായിട്ട് വിരിയുന്ന ഒരു ചിത്രം. പ്രിയമുള്ളവരെ, ഒന്ന് കുമ്പസാരിച്ചാൽ ഇതുപോലെ അഴുകി നമുക്കും മറ്റൊരിടത്ത് പൂവായിട്ട് വിരിയാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു പാപം ചെയ്ത് ഒന്ന് കുമ്പസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന ലാഘവത്തോടെയുള്ള ചിന്തകൾക്ക് പകരമായിട്ട് അങ്ങനെയല്ല. ഒന്ന് കുമ്പസാരിച്ചാൽ ഒരിക്കൽ കൂടെ ഒന്ന് ലെവലപ്പ് ചെയ്യാനായിട്ട് ജീവിതത്തിന് ഇനിയും സമയമുണ്ട് എന്ന ആശ്വാസത്തിലും വിശ്വാസത്തിലും നമുക്ക് വീണ്ടും ഒന്ന് നമ്മുടെയൊക്കെ ജീവിതാവസ്ഥകളെ സമർപ്പിച്ച് കുമ്പസാരിച്ച് ഒരു പുതിയ പൂവായിട്ട് വിരിയാനായിട്ട് ഒരുങ്ങാം. ഒരറ്റത്ത് മരിച്ച മനുഷ്യൻ, ചീഞ്ഞ മനുഷ്യൻ, മറ്റുള്ളവരുടെ മുൻപിലും ലോകത്തിലും ഏറ്റുപറച്ചിലുകളോടുകൂടെ ഒരു പൂവായിട്ട് വിരിയാനായിട്ട് ഉള്ള ഒരു ശ്രമം. ആ ശ്രമത്തെയാണ് ഒരു അധ്വാനത്തിലൂടെ, പരിശ്രമത്തിലോടുകൂടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനായിട്ട് ഈശോ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ നിന്നും ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത ഒന്നുണ്ടാകും. ദൈവം പാകിയ നമ്മുടെ കഴിവുകളുടെ ഏതോ ഒരു വിത്ത് ഒരിടത്ത് ചീഞ്ഞഴുകിയാലും മറ്റൊരിടത്ത് പൂവായിട്ട് വിരിയാൻ ദൈവം പാകിയ വിത്ത്. യെസ്, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ജസ്റ്റ് ഡസ്റ്റ് ആൻഡ് ഡേർട്ട്. പൊടിയായാലും അഴുക്കായാലും, പ്രിയ ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ പറഞ്ഞതുപോലെ, അഗാധങ്ങളിൽ പൂവിത്തുകളില്ലാത്ത ആരാണുള്ളത്? നമ്മുടെയൊക്കെ വെള്ളയടിച്ച കുഴിമാടങ്ങൾ പോലെയുള്ള ജീവിതമാണെങ്കിലും അത് തിരിച്ചറിയേണ്ട ഒരു കുഴിമാടമാണെന്ന് ദൈവം ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ആ കുഴിമാടത്തിലെ ജീവിതാവസ്ഥകളെ, ചിന്തകളെ, കുറവുകളെ എല്ലാം സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ്, പ്രിയമുള്ളവരെ, നമുക്കും ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു എഫേർട്ട് ജീവിതത്തിലെടുക്കാനായിട്ട് ശ്രമിക്കാം. അലങ്കാരങ്ങൾക്ക് അധികം ആയുസ്സില്ല. ആര് അഴുകിയാലും അഴിഞ്ഞു വീണാലും മറുവശത്ത് നമുക്കൊരു ക്യാൻവാസ് ദൈവം ഒരുക്കി തരുന്നുണ്ട്, ഒരു പൂവായിട്ട് വിരിയാൻ.